ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൊഴിലുറപ്പ് ആപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ആർക്കും കിട്ടിയില്ലായിരുന്നു. അതായത് പല പ്രശ്നങ്ങളുമാണ് കാണിച്ചത്. തൊഴിലുറപ്പ് ആപ്പിൽ NMS ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കുമ്പോൾ അലോ കൊടുക്കാൻ പറയുക, അലോ കൊടുത്താലും കിട്ടാത്തൊരു സ്ഥിതിയായിരുന്നുള്ളത്. നമ്മൾ പെർമിഷനൊക്കെ എല്ലാ വർക്കിൻ്റെ അലോ കൊടുത്തിട്ടും നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ആ ഇഷ്യൂ ഇപ്പോൾ നിലവിൽ പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇഷ്യൂ ഇനി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ഇന്നലെ തന്നെ പുതിയ വെർഷനിൽ, അതായത് 3.7.2 എന്ന് പറയുന്ന വെർഷനിൽ എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കുമ്പോൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചവർക്കാണ് ഇങ്ങനത്തെ ഇഷ്യൂ വന്നത്. അതായത് നിലവിൽ 3.7.3 എന്ന് പറഞ്ഞ വെർഷനിൽ തന്നെ രാവിലത്തെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയും അവർക്കൊന്നും ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ നിലവിൽ 3.7.2 എന്ന് പറയുന്ന വെർഷനിൽ രാവിലത്തെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയും ഉച്ചയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യാൻ നേരത്താണ് എന്താ പറയുക, ആപ്പിൻ്റെ വെർഷൻ മാറ്റിയവർക്കാണ് ഇഷ്യൂ വന്നിരുന്നത്. അവർക്ക് ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി എന്താ പറയുക, എന്തോ ഇഷ്യൂസ് കാണിച്ച് അതിൽ അങ്ങനത്തെ പ്രശ്നം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഡാറ്റ ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെ ഡാറ്റ ക്ലിയർ ചെയ്യാമെന്ന് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഡാറ്റ ക്ലിയർ ചെയ്താൽ മാത്രമേ മസ്റ്റോൾ പിറ്റത്തെ ദിവസം ചെയ്യാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാത്തതുകൊണ്ട് ഡാറ്റ ക്ലിയർ ചെയ്യാൻ പലരോടും മറന്നു പോയിട്ടുണ്ട്. അവരൊക്കെ പലരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക. നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് അതിൽ ആപ്സ് എടുക്കുക. ആപ്സ് എന്ന് പറഞ്ഞാൽ അത് എടുക്കുക. ആപ്ലിക്കേഷൻ ആപ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ആപ്പ് മാനേജ്മെൻ്റ് എന്നാണ് ക്ലിക്ക് ചെയ്യുക. ആപ്പ് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ നമ്മളെ NMS ആപ്പ് മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആപ്പ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കുറേ എന്താ പറയുക, താഴെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് താഴെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇതാണ് NRJ മൊബൈൽ മോണിറ്ററിംഗ് എന്നാണ് കാണിക്കുന്നത് ആപ്പിൻ്റെ പേര്. അതിൽ സ്റ്റോറേജ് യൂസേജ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെത്. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റോറേജ് യൂസേജ് എന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ ക്ലിയർ ഡാറ്റയും ക്ലിയർ ക്യാച്ചും കാണിക്കുക. ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡിലീറ്റ് അടിച്ചാൽ അതിൽ നിന്ന് ഡാറ്റ ഒക്കെ പോകും. പിന്നീട് നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. ആപ്പ് എടുത്തിട്ട് നിങ്ങളുടെ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആപ്പ് എടുത്തതിന് ശേഷം അതിൽ ലോഗിൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. OTP വരും. OTP നിങ്ങളുടെ ഫോണിലേക്ക് വരും. OTP വെച്ച് യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തിട്ട് മസ്റ്റോ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഇഷ്യൂസ് പരിഹരിക്കാവുന്നത്. യെസ്റ്റർഡേ ഫോട്ടോ നോട്ട് അപ്ലോഡ്, യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ ഫോട്ടോ നോട്ട് അപ്ലോഡ് എന്ന് കാണിക്കുന്ന ഇഷ്യൂസ് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇതിന് ഒരു സിമ്പിൾ വഴിയും കൂടിയുണ്ട്. നിങ്ങൾ ആപ്പ് പ്രസ് ചെയ്ത് പിടിച്ച് ഇൻഫോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നേരെ ഇതിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ എടുത്താലും മതി, ഇല്ലെങ്കിൽ ഈ മെത്തേഡിൽ എടുത്താലും മതി. ഇത് രണ്ടും ചെയ്ത് നോക്കാവുന്നതാണ്. അത് ആപ്പ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ആപ്പ് ഇൻഫോ എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഇതിലേക്ക് വരുന്നതാണ്. ആപ്പിൻ്റെ സ്റ്റോറേജ് യൂസേജ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. NMS ആപ്പിൻ്റെ യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ ഫോട്ടോ അപ്ലോഡ് എന്ന് പറയുന്ന ഇഷ്യൂസ് പരിഹരിക്കാം. ഇങ്ങനെയാണ് സാധിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്താൽ നിലവിൽ കൂലി ഓട്ടോമാറ്റിക്കലി പകുതിയേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മെയിലൊക്കെ വന്നിട്ടുണ്ട്, കത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി വേതനമേ ലഭിക്കൂ എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫുള്ള് വേതനം നൽകാൻ സാധിക്കില്ല. ഓട്ടോമാറ്റിക്കലി പകുതി വേതനം അവിടെ വരികയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഉച്ചയ്ക്ക് ഫോട്ടോ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ ഇന്നലത്തെ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് ഇന്നലത്തെ എല്ലാ പഞ്ചായത്തിനും അവർ ഇത് ചെയ്ത് എക്സംപ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിനും ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമൊന്നുമല്ല, ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നും ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അവർക്കൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇന്നലത്തെ ഇഷ്യൂസ് പരിഹരിച്ച് തരുന്നതായിരിക്കും, നിങ്ങൾക്ക് എക്സംപ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ നിർബന്ധമായിട്ട് എടുക്കാൻ നോക്കുക. രാവിലെയും ഉച്ചയ്ക്ക് ശേഷം നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ആ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.